ഹായ്, ഇന്ന് ഞാൻ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഒരു പഴയ കസ്റ്റമർ അനിത, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസ്റ്റമറാണ്. അനിത എന്നൊരു ഫേഷ്യൽ ചെയ്യാനായിട്ട് ഷോപ്പിൽ വന്നു. അങ്ങനെ ഫേഷ്യൽ അനിത കുറച്ച് നാളായി ഫേഷ്യൽ ചെയ്തിട്ടു എന്ന് പറഞ്ഞു. അതിന് പ്രകാരം അനിതയുടെ ഫേസ് കൺസൾട്ട് ചെയ്തപ്പോൾ ഒരുപാട് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിഗ്മെൻറ്റ്, ടാനിങ് എല്ലാം ഉണ്ട്. ഒത്തിരി നാളായതുകൊണ്ട് സ്കിൻ ആകെപ്പാടെ ഡെഡായിട്ടിരിക്കുകയാണ്. അതിന് നമ്മൾ നല്ലൊരു ഫേഷ്യൽ പറഞ്ഞു. അതുകൊണ്ട് പിഗ്മെൻറ്റേഷനും ടാനിങ്ങും എല്ലാം പോകുന്ന ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആദ്യമേ നമ്മൾ ക്ലെൻസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഒരു ടാനിങ്ങിൻ്റെ ക്രീം ഇട്ടു. അത് കഴിഞ്ഞ് ടാൻ കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്ക്രബ് ഇട്ടു നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തു 5 മിനിറ്റ്സ്. അതിന് ശേഷം നമ്മൾ റിമൂവർ കൊണ്ട് നല്ലതുപോലെ ആ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എടുക്കുകയാണ്. ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സും ഉണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു ഫേഷ്യൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഫേഷ്യൽ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. അത് ആർക്കും മനസ്സിലാക്കാതെ പോകുന്നു. അതാണ് നമ്മൾ ഇതിനകത്ത് മുതിരാത്തത്. നമ്മുടെ ഫേസ് നോക്കുമ്പോൾ ഒരുപാട് ഉണ്ട്, പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ മുഖത്തൊരു ഫേഷ്യൽ കൊണ്ട് നമുക്ക് ചർമ്മത്തിൻ്റെ ആഴത്തിലുള്ള ശുദ്ധീകരണം ചെയ്യാനും, അതുപോലെ തന്നെ ഹൈഡ്രേഷനെ, തിളക്കം, രക്തം വർദ്ധിപ്പിക്കാനും, പിന്നെ അതുപോലെ മൃദുകോശങ്ങളെ നീക്കം ചെയ്യാനും, ആൻറ്റി ഏജിങ് കുറയ്ക്കാനും, പിന്നെ വളരെ നല്ല സോഫ്റ്റ് ആക്കാനും, പിന്നെ അതുപോലെ തന്നെ മൂക്കുരു നീക്കം ചെയ്യാനും, കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഒരു ഫേഷ്യൽ കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും ഇത് ചെയ്യാറില്ല. എല്ലാവരും വിചാരിക്കും വെളുത്തിരിക്കുവാണ്, മൂക്കുരു ഇല്ല, ഒന്നുമില്ല എന്ന്. പക്ഷേ നമ്മൾ റിമൂവർ കൊണ്ട് ഒന്ന് ഞെക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കണ്ടോ, ഇപ്പം കണ്ടോ, ആ താടി ഞെക്കിയപ്പോൾ തന്നെ എന്തും വേണ്ടിയാണ്, കണ്ടാലൊന്നും തോന്നത്തില്ല. പക്ഷേ റിമൂവർ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്രൈറ്റ് ഹെഡ്സാണ് ഇത് ഇറങ്ങുന്നത്. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അടിഞ്ഞുകൂടി കറുപ്പായി അവിടെ ആ മൃദുകോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു മസാജ് ക്രീം ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുമ്പോൾ ചുമ്മാതെ ഫേസിലിട്ടൊന്ന് ഓടിക്കുകയല്ല മസാജ്. അതിന് ഓരോ പ്രഷർ പോയിൻറ്റുകളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആദ്യമേ ഫേസിലെല്ലാം പ്രഷർ പോയിൻറ്റ് കൊടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുമ്പോൾ കഴുത്തിലെ ബാക്ക് വശമായിട്ട്, കഴുത്തിൻ്റെ പുറകുവശത്ത് അങ്ങനെ നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ അമർത്തി നല്ല റിലാക്സിങ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ മസാജ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫേഷ്യൽ കൊണ്ട് നല്ലൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ, ആ റിസൾട്ട് വരത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ക്രീമെല്ലാം റിമൂവ് ചെയ്യണം. നല്ലതുപോലെ തുടച്ച് നീക്കം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി നല്ല ഫേസ് നല്ല ക്ലീനായി. പിന്നെ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയി. സ്കിൻ നല്ല ക്ലീനായി, നല്ല വെളുത്ത് തുടുത്തു, അതിനത് നല്ല സുന്ദരിയുമായി. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായി കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പ്ലീസ്.